നമുക്കറിയാം പ്രേക്ഷകരെല്ലാവരും ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സർപ്രൈസുകളും സന്തോഷമുള്ള കുറെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ടോപ്പ് സിംഗർ സീസൺ 6 വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ടോപ്പ് സിംഗറിലെ ഏറ്റവും പ്രത്യേകത, ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ടോപ്പ് ബാൻഡ്. അപ്പൊ ജഡ്ജസ്, നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ആള് ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആര്യ ചേച്ചിയുടെ നാട്ടിൽ നിന്ന് കണ്ണൂരുകാരി എത്താൻ പോവാണ്. ആരാണെന്ന് അറിയാമോ? ഇല്ല. പെർഫോമൻസ് റൗണ്ടിൽ നന്ദന കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം നന്ദന ഓൺ സ്റ്റേജ്. മുടി സ്ട്രൈറ്റൻ ചെയ്തോ? മധുമകളെ, ഇത് സ്ട്രൈറ്റ് ആണോ? അല്ല, മോളില് അടിയിൽ കേളി ചെയ്തിട്ടുള്ളൂ. അടിയിൽ കേളി ചെയ്തു. തെറ്റിന്ന് സമ്മതിക്കണം. പക്ഷെ ഇതങ്ങനെ തെറ്റാറില്ല. ഭയങ്കര പുള്ളി, ഭയങ്കര അറിവ് അതിനെ കുറിച്ചൊക്കെ. ഞാൻ മുടിയുടെ മോൾ വശം മാത്രമേ നോക്കിയുള്ളൂ. താഴോട്ടേക്ക് നോക്കി വരുന്നേ ഉള്ളൂ. പക്ഷെ തെറ്റിന്ന് സമ്മതിക്കണം. അതെ, തെറ്റി. നന്ദന, ഈ തിരകൾ എങ്ങനെ ഉണ്ടാക്കി? തിരകൾ ഞാനല്ലേ ഉണ്ടാക്കിയേ. പിന്നെ ആരാ ഉണ്ടാക്കി? മേക്കപ്പ് ആർട്ടിസ്റ്റ്. മറ്റേ തിരകൾ ഉള്ളതാണോ തിരകൾ ഇല്ലാത്തതാണോ നല്ലത്? രണ്ടും നല്ല. തിരനുരയും അതാണ് ചുരുൾമുടിയിൽ അതിതാ സാഗര സൗന്ദര്യം. നാട്ടക്കുറിഞ്ഞിയും വന്നു. നല്ല ചുന്ദരിയായിട്ടുണ്ടേ. താങ്ക് യു. ആ. അപ്പൊ പാട്ട് ഏതാണ്? കണ്ണിൽ നിലാവ്. ദീപുവിന്റെ പാട്ടല്ലേ? ദീപക് ദേവ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ഫ്രം ക്രോണിക് ബാച്ചിലർ അല്ലേ? അതായത് ദീപുവിന്റെ ഡെബ്യൂ ആണ്. ഫസ്റ്റ് സംഗീതം ചെയ്ത സിനിമയാണ് ക്രോണിക് ബാച്ചിലർ അല്ലേ? എല്ലാ പാട്ടും സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. ഗാനമേളയ്ക്ക് എല്ലാരും അർമാദിച്ചിരുന്ന പാട്ടുകളാണ്. ചിരി ചിരിയോ ഇപ്പോഴും അല്ലേ? പിറന്നാൾ തിരയോ. പിന്നെ സ്വയംവര ചന്ദ്രിക ജേട്ടന്റെ ഉണരുന്നു ശിലയിൽ നിന്ന്. ശിലയിൽ നിന്നും. വേറൊരു അടിപൊളി വേറൊരു സോങ് ഉണ്ട്. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലു മിനുങ്ങി ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എന്തുണി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്തുണി നീ അരികിൽ വരാത്തതെന്തേ ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു പല്ലാക്ക് മുക്കുത്തി കല്ലു മിനുങ്ങി ഇനിയും വരാത്തതെന്തേ എന്തുണി നീ അരികിൽ വരാത്തതെന്തേ ഇനിയും വരാത്തതെന്തേ എന്തുമ്പി നീ അരികിൽ വരാത്തതെന്തേ. നല്ല തുടക്കം അല്ലേ? മധുവിന് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. അത് എന്റെ കൂടെ കൂടിയതിനു ശേഷം ആര്യയുടെ ശിക്ഷണം. അതെ, ഞാൻ ഇവിടുന്ന് ശിക്ഷിച്ച് അല്ല, ഇപ്പൊ പ്രാക്ടീസ് ഒക്കെ ഉണ്ടല്ലേ? ഒറ്റ പാട്ട് പഠിച്ചിട്ട് വരില്ല. വലിയ കള്ളനാണ്. അവിടെ വന്നിട്ട് ചിരിച്ചൊക്കെ നിൽക്കും, കുറച്ച് ദൂരെയൊക്കെ നിൽക്കും. എന്നിട്ട് അപ്പൊ എനിക്ക് മനസ്സിലാവും പാട്ടൊന്നും പഠിച്ചിട്ട് വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറയാം, അടുത്തോട്ട് വരില്ല. ഇനിയിപ്പോ ഞാൻ ലീഡി വല്ലതും കൊടുത്താലോ? അതാ രണ്ടാളെയും മാറ്റി ഇരുത്തിയേക്കുന്നത് രണ്ട് സൈഡില്. പക്ഷെ പാട്ട് തുടങ്ങി കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര പാട്ടായിരിക്കും. താങ്ക് യു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം അല്ലേ? ഡീറ്റെയിൽസ് പറഞ്ഞില്ല. ഫിലിം ക്രോണിക് ബാച്ചിലർ, ലിറിക്സ് കൈതപ്രം സർ, മ്യൂസിക് ദീപക് ദേവ് സർ, പിന്നെ സിംഗർ ചിത്രാമ്മ. ഇയർ 2003. ഓക്കെ, കേൾക്കാം പാട്ട്. പാട്ട് തുടങ്ങിയേക്കാം അല്ലേ? ഓൾ ദി ഓൾ ദി ബെസ്റ്റ് നന്ദന കുട്ടി. താങ്ക് യു.
ശശിയേട്ടോ എന്താണത് ഇത്രയും അറമാദിച്ചേക്കണ വേറൊരു പാർട്ടി ഞാൻ കണ്ടിട്ടില്ല ശശിയേട്ടോ. അയ്യോ ഇപ്പോഴാണ് ശശികണ്ണൻ അമ്പിളി അമ്മാവനായത്. അതെ അടിപൊളി, എല്ലാം സൂപ്പർ ആയിരുന്നു. ബാൻഡ് ഓ ഫുള്ള് സീൻ. ടോപ്പ് ബാൻഡ്, സൂപ്പർ. മലയാളത്തിലെ ഫസ്റ്റ് ബേസ് സോളോ ഈ പാട്ടാണെന്നാണ് അല്ലേ ജോസി ചേട്ടൻ വായിച്ചത്. ജോസി ചേട്ടനാണ് അത് ചെയ്തിരിക്കുന്നത്. ആഹാ. ജോസി ഒരു great artist. ലെജൻഡ്സ്. നന്ദനസ് ഓ കലക്കി. താങ്ക് യു. കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. സജഷൻസ് ആണ് ആ ഫോർ യു ടു ഇംപ്രൂവ്. ആ. എപ്പോഴും മ്യൂസിക് കമ്പോസേഴ്സ് പാട്ടുകളിൽ ചിലപ്പോൾ ചേർത്ത് വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഹുക്ക് ലൈൻ എന്ന് പറയുന്നത്. അല്ലാതെ ഷട്ടൊക്കെ തൂക്കിയിടാൻ വേണ്ടി ലൈനായിട്ട് വെച്ചിട്ടായിരിക്കും കുളത്തുള്ള ഹുക്ക് ചെയ്യുക. ഹുക്ക് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിനെ ഈ പാട്ടിലോട്ട്, ഇത് കേൾക്കുന്ന ആൾക്കാരെ പാട്ടിലോട്ട് ഹുക്ക് ചെയ്യുന്ന സംഭവമാണ് ഹുക്ക് ലൈൻ. ആ. ഓക്കെ, അപ്പൊ ഈ പാട്ടിൽ ഏതാണ് ഹുക്ക് ലൈൻ? കോറസ്. ഗോറസ്. കോറസ്. കോറസ് ഉണ്ട്. അതാണ് ഹുക്ക് ലൈൻ. ശരിക്കും അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. ആദ്യം വരുന്നു, പിന്നെ ആദ്യത്തെ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെയും വരുന്നു. കാരണം ഈ ഹുക്ക് ലൈൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹുക്ക് ചെയ്തിടണം നമ്മളെ. ഓഡിയൻസ് എവിടെയെങ്കിലും ചിന്ത പോയാൽ തിരിച്ച് ഈ പാട്ടിലോട്ട് വലിച്ചിടണം. അതിനാണ് ഹുക്ക് ലൈൻ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. അപ്പൊ ഈ ഹുക്ക് ലൈനിൽ നമ്മൾ ഡൈനാമിക് ആയിരിക്കണം. അത് കോറസ് ആണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാവുന്ന ഒരു ഇടമാണ്. അപ്പൊ നമ്മൾ അവിടെ സൈലന്റ് ആയിട്ട് മൗനമായിട്ട് മൗനി ബാബയായിട്ട് ഇരിക്കാൻ പാടില്ല. ആദ്യത്തെ ഹമ്മിങ്ങില് നമ്മൾ ചെസ്റ്റ് വോയിസും അതുപോലെ ഹെഡ് വോയിസും രണ്ടും മാറി മാറി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം അവിടെ ഉണ്ട്. അപ്പൊ അത് കൂടുതൽ ഗ്രൂമേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ക്ലാസ് എടുക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ചെസ്റ്റ് വോയിസ് കൂടുമ്പോഴത്തേക്കും ആ ഹെഡ് വോയിസിൽ വരേണ്ട ബ്യൂട്ടി നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് വർക്ക്ഔട്ട് ചെയ്യണം. പിന്നെ ശ്രുതി കൃത്യമായിട്ട് സ്ലിപ്പ് ചെയ്യുന്നതൊക്കെ എവിടെന്ന് വെച്ചാ ഈ പെൺ മനസ്സ്, പെൺ കനവ്, പെണ്ണുങ്ങൾ അത്ര ഇഷ്ടമല്ലേ? ഏറ്റവും ഭയങ്കര പവർ വരേണ്ട സംഭവമാണ് അവിടെ. അതെ അല്ലേ? സ്ത്രീ ശബ്ദം, സ്ത്രീ ശക്തി. ആ ശാക്തീകരണത്തിനിടയിൽ ശ്രുതി പോകുന്നുണ്ട്, അത് സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അത് വണ്ടർഫുൾ ആക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാ, ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ, അതില്ലേ, അത് കുറച്ചുകൂടെ പെപ്പിയായിട്ട് പാടുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താ വെച്ചാ, അടുത്ത ഭാഗം വരുമ്പോ അവിടെ മെലോഡിയസ് അല്ലേ, ആ മെലഡിക്ക് ഒരു വാല്യൂ കിട്ടും. അത് അങ്ങനെയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത് പെപ്പിയായിട്ട് പാടിയാൽ മാത്രമാണ് ഇതിന്റെ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിനൊരു റൂട്ടുണ്ട്. ആ പ്ലാൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് ഇവിടെ അടിച്ച് പൊളിക്കണം. എന്നാലും കലക്കി. ഓക്കെ. നന്ദന പി. സരസ സാമദാന വേദദണ്ഡ ചതുര, സരസ സാമദാന വേദദണ്ഡ ചതുര. സരസൻ അച്ഛന്റെ പേര് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ നന്ദന പി സരസൻ. എനിക്ക് ഇപ്പൊ വേണമെങ്കിലും സിനിമയ്ക്ക് വേണ്ടി പാടാൻ പറ്റുന്ന ഒരു നായികയ്ക്ക് പാടാവുന്ന ഒരു ശബ്ദത്തിന്റെ ഉടമയായിട്ടുണ്ട് ഇപ്പൊ തന്നെ. ഇനിയും പ്രായം കൂടുന്തോറും, വയസ്സാവും തോറും ശബ്ദം കൂടുതൽ നന്നായി വരും എന്നൊരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പാട്ടിന് വേണ്ടതായിട്ടുള്ള ഒരു ഭംഗി പല സ്ഥലങ്ങളിലും വരുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ശ്രുതി ചേരായിക, എസ്പെഷ്യലി ദ ബിഗിനിങ് സംഭവം പാടില്ല, ആഡ്ലിപ്പ് എന്തോ ഒരു സംഭവം പാടിയില്ലേ, ശ്രുതി കുറച്ച് ചേരാനുണ്ടായിരുന്നു. പിന്നെ പെൺമനസ്സ്, പിന്നെ ചരണത്തിലെ ചിലമ്പിളകി, ചെല്ലക്കാറ്റ് മുഴിഞ്ഞു എന്നുള്ളതിന്റെ അവസാനത്തിലെ സംഗതി ഉണ്ടല്ലോ ചെറിയ, പിന്നെ തിരവെള്ളി പാദസരം, ഇതൊക്കെയാണ് എനിക്ക് പ്രശ്നങ്ങൾ തോന്നിയ സ്ഥലങ്ങൾ. പക്ഷെ ഒരു അതിന്റെ റൊമാൻസ്, ഒരു കുസൃതി ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ തുടക്കത്തില് പറഞ്ഞ ആ ലൈൻ കുറച്ച് പെപ്പിയായിട്ട് വേണം പാടാൻ. കണ്ണിൽ നിലാവ് നെഞ്ചിൽ കിനാവ്, അങ്ങനെ ഒരു എന്താ പറയാ, എന്താണ് അതാണ്. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നന്ദനക്കുട്ടി, എനിക്ക് ആ കൊഞ്ചിക്കലമ്പൊന്ന് പാടിയ ഭാഗം ഒന്നുകൂടെ പാടിത്തരുമോ? എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ആ പാടിയതിനിടയിൽ ആ എല്ലാത്തിലും ഇതിനേക്കാളും മുഖത്ത് ഇങ്ങനെ ഭാവം വരുന്നുണ്ടായിരുന്നു അത് പാടുമ്പോ. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ലിറിക്ക് ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ അതിന്റെ വ്യത്യാസമുണ്ട് പാടുമ്പോ. കുറച്ചൊരു ആ സമയത്ത് ഇച്ചിരി കുറച്ചും കൂടെ ഒരു ഹസ്കിയായി കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്നു. പോയംസ് ഒക്കെ എഴുതാറുണ്ടോ? കവിത എഴുതാറുണ്ടോ? ഇല്ല.
ഇല്ലല്ലോ ഓക്കെ. എനിക്ക് തോന്നുന്നു ലിറിക്സ് ഒരുവിധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എഴുതാൻ ട്രൈ ചെയ്താല് correct ആണ് അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം. ചിലപ്പോ 1-2 വരിയൊക്കെ എഴുതി വെക്കുക ചിലപ്പോ. ചിലപ്പോ ശരിയാ ഉള്ളി ഉറങ്ങി കിടക്കുന്നുണ്ടാവും ചിലപ്പോ ആ കഴിവ്. ആ കഴിവിന്റെ മുഖത്ത് കുറച്ച് വെള്ളം തെളിച്ച് ഉണർത്തിക്കൊണ്ട് അയ്യോ. അതെ. എനിക്ക് ഒരു കുഞ്ഞു കാര്യമാണ് പറയാനുള്ളത്. നമ്മളെ ബോഡി പോസ്ചർ നമ്മൾ കറക്റ്റ് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബ്രെത്ത് കൺട്രോളും ഇത് വലിക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ആ ഒരു പോസ്ചർ ഉണ്ടല്ലോ, ആ പോസ്ചർ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിച്ച് കറക്റ്റ് ആക്കി കുറച്ചും കൂടെ ശ്രുതിയൊക്കെ ചേർത്ത്, അല്ലാതെ അവസാനം ആകുമ്പോഴത്തേക്ക് അപ്പൊ ശ്വാസം കിട്ടാത്ത ഒരു പ്രശ്നമൊന്നും വരില്ല. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. പക്ഷെ നല്ല ശബ്ദം, കിട്ടില്ല ശബ്ദം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. മിനുട്ടി എന്തോ സ്ക്വാട്ട് ഒക്കെ ചെയ്യാറുണ്ട്? സ്ക്വാട്ട് ഇല്ല, അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ആര്യ ചേച്ചി. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ആണോ? എങ്ങനെയാണ് സ്ക്വാട്ട് ചെയ്യണേ? ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഞാൻ സ്റ്റോപ്പ് പറയാം. ആണോ നിൽക്കണം? ഹീല് വിട്ടിട്ട് സ്ക്വാട്ട് ചെയ്യാൻ. ആയിക്കോട്ടെ. കമോൺ, അവിടെ നിന്നോളൂ. ഈ മാർക്ക് പറയുന്നവർ അവിടെ നിന്നോളൂ. അറിയില്ല, അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അറിയില്ലായിരുന്നു കേട്ടോ. നന്ദന, ഡ്രാമയില്ല, മുഖവുരയില്ല, ഒന്നുമില്ല. ഇന്നത്തെ മാർക്ക് 96.75 on 100. നന്ദനക്കുട്ടി ഹാപ്പി അല്ലേ? ഹാപ്പി. ഇതിന് ഹാപ്പി ആവരുത്. ഇനിയും വലുത് മാർക്ക് നമ്മൾ മേടിച്ചോണ്ടിരിക്കണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നന്ദനന്ദനം ഭജേ നന്ദനന്ദനം ഭജേ നന്ദനന്ദനം. വരുമ്പോഴും പോകുമ്പോഴും. നമ്മൾ ഇനി ഒരു കാക്കനാട് കാര്യം വിളിക്കാൻ പോവാണ്. ഒരു സൂപ്പർ സോങ്ങുമായിട്ട് ജിദ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജിദ ഓൺ സ്റ്റേജ്. ഇത് വേറൊരു ലുക്ക്. സുന്ദരിയേ വാ, വെണ്ണിലവേ വാ. പല രീതിയിലുള്ള പാട്ടുകൾ, പലതരത്തിലുള്ള പാട്ടുകൾ ഇവിടെ വന്ന് പാടുന്ന നമ്മുടെ സൂപ്പർ സ്റ്റാറാണ്. പല വേഷത്തിൽ ജിദ. എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എന്താണ് പറയാ, എപ്പിസോഡ്സ് ഒക്കെ ഇറങ്ങി. എല്ലാവരുടെയും അഭിപ്രായം നല്ല അഭിപ്രായമായിരുന്നു. അതില് എന്താ പറയാ, എല്ലാരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു. എന്താ പറയാ, ഇമോഷണൽ ആയിട്ടും കരഞ്ഞിട്ടൊക്കെ വിളിച്ച്, ഫോണൊക്കെ വിളിച്ച് പറഞ്ഞു. അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ മേലെ താമസിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ആള് എന്താ പറയാ, എൻ്റെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ട് ഭയങ്കര കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞ്. അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും അയൽവക്കക്കാർക്കൊക്കെ ഇമോഷണലായി കെട്ടിപ്പിടിച്ചു. അപ്പൊ ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. വേറെ പലരും അതുപോലെ തന്നെ നല്ല രീതിക്ക് സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതില് ഞാൻ പ്രതീക്ഷിക്കാത്തത് ആന്റിയുടേതായിരുന്നു. അതുപോലെ തന്നെ ആന്റി എന്ന് പറഞ്ഞാൽ ഈ ഫ്ലവേഴ്സിന്റെ ടോപ്പ് സിംഗറുടെ ഒരു വലിയ ഫാനാണ്. ഈ ആന്റിയുടെ പേര് ജോയമ്മ. ഏതാ പാട്ട്? പള്ളിത്തേരുണ്ടോ, ചതുരംഗക്കളമുണ്ടോ, മഴവിൽക്കാവടി, അമ്പൽക്കുളമുണ്ടോ, തിരുതാളിക്കല്ല്. ഇടയ്ക്ക് കിളി പോയോ? തിരിച്ചു പിടിച്ചോ. ഡീറ്റെയിൽസ് ലിറിക്സ് കൈതപ്പുറം സാറ്, മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, പാടിയത് ജി വേണുഗോപാൽ സാറും സുജാത മാമും. ഓക്കെ, തുടങ്ങാം. പോരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആമ്പൽ കുളമുണ്ടോ, തിരുതാളിക്കല്ലുണ്ടോ,
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അച്ഛാ. ജിതക്കുട്ടി, ആ ഇതിപ്പോ രണ്ടാമത്തെ പാട്ടല്ലേ പാടിയേ? ആ എന്ത് തോന്നുന്നു? കുഴപ്പമില്ല. ആണോ? ആ. നന്നായിരുന്നു. അച്ഛൻ ചോക്ലേറ്റ് കൊടുത്തയച്ചോ ദുബായിന്ന്? ഇല്ല ഏ? ഇല്ല ഇല്ല ഇല്ല. എന്താ അത്? ബാബുജിക്ക് സമയം കിട്ടിയിട്ടില്ല. അച്ഛൻ അതോ? ചോക്ലേറ്റ് ഫാക്ടറിയിലല്ലേ ജോലി ചെയ്യുന്നേ? ആ സെയിൽസ് Sales. ആണോ? ഏത് ആഹാ. എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ്. ആഹാ, ഉപ്പ വരുമ്പോ ചോക്ലേറ്റുകളുമായി വരാൻ പറയണം കേട്ടോ. പറയണോ അപ്പൊ എന്തായാലും ഇന്ന് ജിതക്കുട്ടി പാടിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് പാടി. പിന്നെ ഇത് പെട്ടെന്ന് ഓവർലാപ്പ് ചെയ്ത് വരുന്ന ചില ഭാഗങ്ങളുണ്ട് ഇതില്. കണ്ടോ കഴിഞ്ഞിട്ട് ഉടനെ പള്ളിത്തേരുണ്ടോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ പാട്ടിലുണ്ടായിട്ടുണ്ട്. താളത്തില് പൂപ്പട കൂട്ടാന എന്ന് പാടി. താളത്തിൽ പൂപ്പട കൂട്ടാനായി ശ്രുതി. കൂട്ടാനായി ആ. കന്യകമാരായിരമുണ്ടോ. നെക്സ്റ്റ് ഓ. ആ അത് പല്ലവിയിലൊക്കെ കുറച്ചൊന്ന് പെർഫെക്ഷൻ വേണമായിരുന്നു. ആ ഓ എന്ന് പാടിയതിന്. പിന്നെ കണ്ടു 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 എനിക്ക് അതൊരു ഡിലേ ആണ്. ഡിലേ ആണ്. നമ്മളത് പാടേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അത് പാടുകയാണെങ്കിൽ കറക്റ്റ് ശ്രുതിയിലായിരിക്കും. അത് പാടിക്കഴിഞ്ഞാൽ ഉടനെ ശ്വാസം കിട്ടത്തില്ല. അതെ, കിട്ടില്ല. അതെ അതെ. പിന്നെ അതിൽ താമ്പാളത്തിലെ കിളിവാലം അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വിരിമാറിന് വടിവും കാട്ടി അങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കേൾക്കാൻ നല്ലതായിരുന്നു. അവനരികെ വരുമെന്നോ അത് കുറച്ച് ചേരണമായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പല ഭാഗങ്ങളും മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ജിതക്കുട്ടി നല്ലൊരു ബ്യൂട്ടിഫുൾ ഹസ്കി വോയിസ് ആണ്. അപ്പോ ചെറിയ പിച്ച് ചെറുങ്ങനെ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, എടുത്തറിയും ആ ശബ്ദത്തിൽ. അതുപോലെ ബ്രെത്ത് കുറച്ച് ലൂസ് ആയാലും ബ്രെത്ത് കിട്ടാതെ ആയാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും വോയിസിൽ. അതുകൊണ്ട് തന്നെ എല്ലാം ഈ എൻഡിൽ വരുന്ന ഈ കണ്ടോ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കാടേറിപ്പോകും കിളിയെ പൂക്കൈതക്കടവിൽ ഒരാളെ കണ്ടു, അവിടെയും ഈ പറഞ്ഞ പോലെ ബ്രെത്ത്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് സ്ഥലങ്ങളിൽ ആ വെട്ടുന്ന ഭാഗം കുറച്ച് മാറിക്കിടക്കുന്ന പോലെ തോന്നി. എന്നാലും കുഴപ്പമില്ല, നല്ല ബ്രെത്ത് എടുത്തിട്ട് പാടാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിടുക്കനായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. ജിത, എനിക്കറിയാം ജിതയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നറിയാം. പക്ഷെ ഒരു മിഴിവാറുന്ന ടാലന്റ് ഉള്ള ആളാണെന്ന് സ്വന്തമായിട്ട് തീർച്ചയായിട്ടും വിശ്വസിക്കണം. യെസ്, നമുക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം, അതിനാണ് അഹം ബോധം എന്ന് പറയുന്നത്. അഹങ്കാരമല്ല, അഹം ബോധം. അവിടെ നിന്നാണ് നമ്മുടെ എല്ലാ പാട്ടുകളും ഇങ്ങനെ ജനിച്ച് ഫ്ലവർ ചെയ്ത് വരുന്നത്. മനസ്സിലായില്ലേ? എന്റെ സജഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ വൈബ്രന്റ് ആയിട്ട് പാടണം. ചതുരംഗ കളമുണ്ടു എന്ന് പാടുമ്പോ ചതുരംഗ കളമുണ്ടു എന്ന് പാടുന്നത് വ്യത്യാസമുണ്ട്. അത് റിതമിക്കായിട്ട് എങ്ങനെ അപ്രോച്ച് ചെയ്യാം? ചതുരംഗ കളമുണ്ട്. അതുപോലെ നമ്മളെപ്പോഴും നമുക്ക് ഈസിയാണെന്ന് തോന്നും സായിന്ന് പായലിടും. ഇപ്പൊ പള്ളിത്തേരുണ്ടോ എന്ന് സായിന്ന് പായെന്ന് ലീപ്പ് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് തോന്നും. പക്ഷെ നമ്മൾ പാടി വരുമ്പോഴത്തേക്കും ശ്രുതി ചേരാനായിട്ട് കുറച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ജിതയ്ക്കും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ആക്കണം. പിന്നെ പിന്നെയും സായിലിങ്ങനെ നിൽക്കുകയാണ്. ആ സായിലിങ്ങനെ പല വേർഡ്സ് വന്ന് പോവാണ്. അപ്പൊ അവിടെയും ശ്രുതി ചേർക്കാനായിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബട്ട് ആ ചലഞ്ചസിനെയൊക്കെ ഏറ്റെടുത്തില്ലേ? ഞാനിത് പാടി സൂപ്പർ ആക്കും എന്നുള്ളൊരു വിചാരമില്ലേ? അതിന്റെ ഐഡിയാണ്. പിന്നെ ഒരു കാര്യത്തിന് ആ കാതിലൊരു ചെറിയൊരു കിഴി കൊടുത്തേ. ഒരു കാതില് ഒന്ന് ചെറുതായിട്ട്. അത് എന്തിനായിരുന്നു? അറിയാം എന്തിനാണെന്ന്. ശ്രുതിയോ? ഈ അനാവശ്യമായിട്ട് കാതി കയറി പിടിക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്ന കാതി പിടിച്ചപ്പോഴാണ് കുറച്ചും കൂടെ ശ്രുതി ചേരാതെ വന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതിലൊരു കാര്യമില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ തോന്നല് മാത്രമാണ്. ആ കാത് പാവല്ലേ, നമുക്ക് വിട്ടേക്കാം. പാവത്തിനെ വെറുതെ വിട്ടേക്കാം. അപ്പൊ ഡോണ്ട് റിപ്പീറ്റ്. ജിതക്കുട്ടി, സ്കോർ വേണ്ടേ? കഴിഞ്ഞ ഏത് റൗണ്ടായിരുന്നു പെർഫോം ചെയ്തത്? അന്തിമാന ചുവപ്പ് മാഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു മാർക്ക്? 98. ഇപ്രാവശ്യം കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് യു ആർ ഗിവൺ 96 out of 100.
അടുത്തതില്ലേ ഇനി ആ. അടുത്തതില് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. നല്ല പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആയിട്ട് വരണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോയി അടിപൊളിയായിട്ട് പഠിച്ചോട്ടോ. ഓൾ ദി ബെസ്റ്റ്. ബൈ ടാറ്റാ. ബൈഡാ. ബൈ. ജഡ്ജസ്, Yeah. ഈ കോഴിക്കോട് നിന്ന് ഒരു ഒന്നൊന്നര ആളാണ് വരാൻ പോകുന്നത്. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ പാട്ട് പാടി 100-ൽ 100 Yes. മാർക്ക് മേടിച്ച ഒരാളാണ്. സാരംഗ്. Yes. Welcome സാരംഗ് on stage. ഓടി വായോ. ഓടി വാ വാ, ഓടി വാ വാ, ഓടി വാ സാരംഗ. ഹലോ. എടാ നല്ല കിടിലെ ഷർട്ട് ഇട്ടോ. നല്ല അതെ. രസമുണ്ട്. ഭയങ്കര രസമുണ്ട് ഷർട്ട് കഴിഞ്ഞ കാണാൻ തവണയും വേണ്ടി. ഒരു വെറൈറ്റി ആയിരുന്നു. നല്ല അതെ, അതെ, നല്ല അതെ. സ്റ്റൈലിംഗ് സെൻസ്. ആരാ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യണ ആരാ? അച്ഛനാണ്. സാരെങ്കിലും നമ്മൾ എപ്പോ പുറത്ത് കണ്ടാലും ബാക്കി എല്ലാരും കളിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടാവേ. ഉം. ആള് മാത്രം എപ്പോഴും പാട്ട് കേട്ടാണ് നടക്കുന്നത്. ആണോ? ഞാൻ ആദ്യമായിട്ടാ ഇന്ന് പുറത്തുനിന്ന് കണ്ടേ. ഇവിടെ അത്രയ്ക്ക് ഡെഡിക്കേഷൻ ആണല്ലേ? അവൻ അത് വെച്ചിട്ടാ ഗുഡ് മോർണിംഗ് വരെ പറഞ്ഞു. ചേച്ചി ഗുഡ് മോർണിംഗ്. ശരി. സ്റ്റുഡിയസ് ആണ് ആള്. അല്ല, മ്യൂസിക്കിലാണ് എല്ലാം. അതാണ് യെസ് യെസ്. ഈ പ്രപഞ്ചം പോലും അങ്ങനെയാണ് വേണ്ടത്. ഉം. അത് Right. വണ്ടർഫുൾ ആണ്. താങ്ക് യു സർ. ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴും അതെ. സാരംഗിനെ കാണുമ്പോഴൊക്കെ. അത് ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉള്ളവരാണ് സംഗീതത്തിൽ വലിയ വലിയ നിലകളിൽ പൊസിഷനിൽ എത്തുന്ന ആൾക്കാർ. Thank you. അപ്പൊ സാരംഗിന് അത്തരം ഒരു ജേണി ഉണ്ടാവുന്നതാണ് അങ്കിൾ കാണുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? ചൈത്ര നിലാവിന്റെ. ആഹാ. ജോൺ സേട്ടന്റെ മെലഡീസിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതിനൊക്കെ ഒരു ഘടനയും ഒരു രൂപവും ഒരു ഭാവവും ഉണ്ട്. അതെ അതെ അതെ. ഒരു ചിട്ടയുണ്ട്. അത് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ ജോൺ സേട്ടനാണെന്ന് നമുക്ക് ഓർമ്മ വരും. സിഗ്നേച്ചർ. അതിന്റെ ഓർക്കസ്ട്രേഷൻ, ഫ്ലൂട്ട് വരുന്നത്, സന്തൂർ വരുന്നത്, ഇടയ്ക്ക് വയലിൻ വന്ന് അവസാനിക്കുന്നത്, എന്നിട്ട് അനുപല്ലവി തുടങ്ങുന്നത്, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഈ പാട്ട് അങ്കിളിനും ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ്. നമുക്ക് ജോൺ സേട്ടനെ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. യെസ്. പാട്ടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേൾക്കാം. എഴുതിയിരിക്കുന്നത് കൈതപ്രം സർ. ആ. പാടിയിരിക്കുന്നത് യേശുദാസ് സർ. ആ. ചിത്രം ഒരാൾ മാത്രം. ഒരാൾ മാത്രം. അതെ. ഡയറക്ടർ സത്യൻ അന്തിക്കാട്. ആഹാ. ഡയറക്ടറുടെ കാര്യം വരെ പഠിച്ചു പഠിച്ചു വെച്ചിരിക്കും. Good boy. വെരി ഗുഡ്. താങ്ക് യു വർഷം സർ. പറഞ്ഞല്ലോ അല്ലേ? വർഷം 1997. വെരി ഗുഡ്. നമ്മുടെ സിനിമയില് ആ. സത്യൻ സാറും ജോൺ സേട്ടൻ എന്ന് പറയുന്ന കോമ്പിനേഷൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഗോൾഡൻ ആണ്. ഗോൾഡൻ. അതെ അതെ. അവർ ചേർന്നിട്ടുള്ള സിനിമകളും അതിലെ പാട്ടുകളും ഒക്കെ ഒരിക്കലും മലയാളിക്ക് ഒരു വസന്തകാലായിരുന്നു. മറക്കാൻ പറ്റാത്തതാണ്. Yes. ഭയങ്കര. ഏറ്റവും അവസാനം ഒന്ന് തൊടാൻ അതെ. ഉള്ളിൽ ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം, ആ, ഒന്നു മിണ്ടാനുള്ളിൽ തീരാദാഹം, ഇനി എന്തു വേണമിനി എന്തു വേണമീ അതാണ്. അപ്പൊ പാടിയാട്ടെ മക്കളെ. Yes. സാരംഗ. ഓക്കെ സർ. All the best. All the Thank you, sir. best. ചൈത്രനിലാവിന്റെ പൊൻപേലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ. ചൈത്രനിലാവിന്റെ പൊൻപേലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗ തിരശീല നീട്ടി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ, വരയ്ക്കും ഞാൻ.
ചൈത്രനിലാവിൻ്റെ പൊൻപേലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീട്ടി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും ഞാൻ. മൊഴികളിൽ അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. മൊഴികളിൽ അഭിലാഷമുണരും സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. ആദ്യ സമാഗമ മധുരാനുഭൂതിയിൽ അറിയാതെ നാം ഒന്നു ചേരും. അറിയാതെ നാം ഒന്നു ചേരും. ചൈത്രനിലാവിൻ്റെ പൊൻപേലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് ആത്മാനുരാഗത്തിരശീല നീർത്തി നിൻ രൂപമെന്നും വരയ്ക്കും ഞാൻ വരയ്ക്കും ഞാൻ. മകാനെ ഓ. സാരംഗേ ഓ. സദാരംഗേ. ഓ, എന്തൊരു ടാലന്റ് ആണ് നിനക്ക്. ആ ഞാൻ വരയ്ക്കും എന്നുള്ളത് കേട്ടാൽ തന്നെ അറിയാം. അതെ, അപ്പൊ നമുക്ക് അറിയാം ആ ഇവൻ. അതെ അതെ. അതാണ്. ഒന്ന് പറയാ ഞാൻ വരയ്ക്കും ഞാൻ. ഞാൻ വരയ്ക്കും ആഹാ. ഞാൻ. ഒന്നുകൂടെ പാടിയേ. ഞാൻ വരയ്ക്കും ഒന്നുകൂടെ പാടിയേ. ഞാൻ. സെയിം. ഞാൻ വരയ്ക്കും Yes. ഈസി പുഷ്പം പോലെ, പുഷ്പം. അതെ, അതെ. പുഷ്പം പോലെയാണ് പാടണേ. അവിടെ നമുക്ക് ജോൺ സൈഡിനെ കാണാം, ദേവരായ മാസ്റ്ററെ അതെ കാണാം. അതെ അവരുടെ സ്റ്റൈൽ. അല്ലേ? ദേവരായ മാസ്റ്ററുടെ ഒരു സംഗതിയുടെ അതെ അതെ അതെ. ഒരു വേറൊരു അനുരണനം ആണെന്ന് തോന്നുന്നു. യെസ്. അത് ആഡ് ചെയ്തേക്കണത് അല്ലേ ആ ഒരു സംഭവം. ആ. ആ ചരണം അസാധ്യമായിട്ട് പാടി. തീർച്ചയായിട്ടും അതെ. ആ കവിതയായി എന്നുള്ളത് അവിടെ ആ നോട്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. കവിതയായൻ മുന്നിൽ നീ കവിതയായൻ മുന്നിൽ കവിതയായൻ ആ. മുന്നിൽ അത് കറക്റ്റ് കേൾക്കണം. കവിതയായൻ മുന്നിൽ. ആ നോട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ ഈ പാട്ടില്? അവിടെ അവിടെ മാത്രം ആ ഒരു ഒറ്റ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ട് അത് പാടുന്നത് കൃത്യമായിരിക്കണം. ഓ. എങ്കിലാണ് മ്യൂസിക് കമ്പോസർ ഉദ്ദേശിച്ചത് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പൊ അതിനു മുമ്പുള്ള ലൈൻ പാടി ഇത് പഠിക്കേ. വസന്തം മേനിലടിമുടി തളിർക്കും Good. കവിതയായൻ യെസ്, മുന്നിൽ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. വേറൊരു കാര്യം കൂടെ മോനോട് പറയാം. അതായത് നമ്മൾ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യരുത്. ഓ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് മനസ്സിലൂടെ ഓടിച്ചു നടക്കാം, എന്നാൽ അത് നമ്മൾ പാടിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ശബ്ദം സ്ട്രെയിൻ ആവും. അപ്പൊ മോൻ ഇന്നൊരു ശബ്ദം സ്ട്രെയിൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓ. ഒരുപാട് പ്രാവശ്യം പാടി നോക്കിയോ? ഓ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാടി നോക്കിയോ? അതെ. അങ്ങോട്ട് പോകുമ്പോ ചൈത്ര നിലാവ്, ഇങ്ങോട്ട് വരുമ്പോ ആദ്യ സമാഗമ, അതിന്റെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കും വസന്ത, ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നല്ലേ? അതെ അതെ. കണ്ടുപിടിച്ച് ഒരു ചെറിയൊരു കിഴുക്ക് തരട്ടെ. വേണ്ട. അത് മതിയാ? വേണോ? പാവല്ലേ അവൻ. കേൾക്കല്ലേ? അത് ശ്രദ്ധിക്കണം കേട്ടോ മോനെ. ഓ. കേട്ടോ, നമ്മുടെ വോയിസ് ആണ് നമുക്ക് എല്ലാം ഏറ്റവും അമൂല്യമായിട്ടുള്ളത്. ഓ. അതിനെ കഴിവിടാൻ പാടില്ല. ഓ. ഓക്കെ, താങ്ക് യു ജയ് ഹോ. താങ്ക് യു സർ. മിടുക്കനായിട്ട് പാടി. താങ്ക് യു. പല്ലവി നന്നായി നല്ല രസമായിട്ട് പാടി. ചരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതിനും പക്ഷേ അഭിലാഷം ഉണരും എന്നുള്ളതിൻ്റെ സെക്കൻഡ് ടൈം, ഫസ്റ്റ് ടൈമും അതിൻ്റെ ഫിനിഷിംഗ് ഒന്ന് കുറച്ചുകൂടി ഉണ്ടായ നല്ലതാണ്. മൊഴികളിൽ അഭിലാഷം എങ്ങനെയത്? മൊഴികളിൽ അഭിലാഷമുണരും ഉണരും ഉണരും ഉം. സ്വപ്നങ്ങൾ ഹംസമായി ദൂതു ചൊല്ലും. യെസ്. അപ്പോൾ അതൊക്കെ രണ്ടാമത്തേലാണ് എനിക്ക് തോന്നിയത്. അഭിലാഷം ഉണരും കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ വേണമെന്ന്. അറിയാതെ നാം ഒന്ന് ചേരും ചരണത്തിൻ്റെ ലാസ്റ്റ് ലൈനും. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത്.
സംഭവം എല്ലാം കയ്യിലുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാരകൂട്ടാ, ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം തൊട്ടേ? ചെറുതായിട്ട്. ഞാൻ അങ്ങോട്ട് വരട്ടെ, ഒരുമിച്ച് ടെൻഷൻ അടിക്കാം ഫ്ലോറിന്ന്. വരട്ടെ? നല്ലൊരു കാര്യാണത്. അതെന്തിനാ വരുന്നറിയോ? ആ സാരി കാണണ്ടേ? കുറച്ചു നേരം ഞാൻ വിളിക്കണില്ല. എന്ത് കോട്ടം എന്നാ പറഞ്ഞ? മൽമലോ? അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചതാ. സാരംഗിന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഡെഡിക്കേഷൻ, യെസ്, സാരംഗിന്റെ സ്ട്രെങ്ത്, യെസ്, സാരംഗിന്റെ ഡിറ്റർമിനേഷൻ, യെസ്, സാരംഗിന്റെ ടാലന്റ്. യെസ്, വെരി കറക്റ്റ്. ഈ 4 കാര്യങ്ങൾ ഉള്ള ആളാണ് നമ്മുടെ സാരംഗ്. അപ്പോ വേറെ ഒന്നും ഒരു വിഷയമേ അല്ല, അല്ലേ? അതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് സാരംഗിനൊപ്പം നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാരും ഇത്തിരി പൊക്കം കുറവാണോ? ഒരു 2 സെന്റിമീറ്റർ, അതെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങൾ ഓർത്തു വെച്ചാ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മായികമേ ഈ കാഴ്ചകളാകെ ജാലകമേ. നമുക്ക് മാർക്ക് ചോദിക്കാം. അതാ ഇച്ചിരൂടെ ടെൻഷൻ. അതെ, അതപ്പോ ഞാനും കൂടെ ഇവിടെ നിന്ന് സാരംഗിനോട് ടെൻഷൻ അടിക്കട്ടെ. പറയൂ ജഡ്ജസ്, മാർക്ക്. So today, Sarang Kuttan is going to be awarded 96.5 out of 100. Ta-da. ബൈ. ടെൻഷൻ അടിക്കാതെ ജീവിക്കൂ, ടെൻഷൻ അടിക്കാതെ പാട്ടൊക്കെ പഠിക്കൂ. ഞാനും പോയിട്ട് വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മുടെ ജോൺസൺ മാസ്റ്റർ റൗണ്ടിൽ പാടാനായിട്ട് കോട്ടയത്ത് നിന്നും മൈഥിലി കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. മൈഥിലി കുട്ടി, ഹലോ. ഹലോ. നല്ല കളറാണല്ലോ, ലാവെൻഡറാ. ആ, കൊള്ളാം, താങ്ക് യു. നന്നായിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയായിട്ടുണ്ട്. സുന്ദരിയുടെ ഒരു പ്രൊഫൈൽ വീഡിയോ കണ്ടാലോ നമുക്ക്? അതെ. ഓക്കെ. ഹായ്. വാ. ഇതെന്റെ കുഞ്ഞുവാവ. കുഞ്ഞാവയുടെ പേര് മഹാക്ഷ. ഞങ്ങള് മാധുക്കുട്ടൻ എന്ന് വിളിക്കും. അമ്മ കുഞ്ഞുവാവേനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ട് അടുക്കളയിൽ പോയേക്കുക. ചേച്ചി, മണിക്കുട്ടി. മണിക്കുട്ടി അല്ലേ, മയൂഖ. സോറി. ഇതാണ് എന്റെ അനിയത്തി മയൂഖ. ഇവളാണ് എന്റെ ആദ്യത്തെ കുഞ്ഞുവാവ. മൈഥിലി 5ാം വയസ്സ് മുതൽ സംഗീതം പഠിച്ചു വരുന്നു. ഇതിനു മുമ്പ് 2 തവണ ഞങ്ങൾ ടോപ്പ് സിംഗറിന്റെ ഫൈനൽ ഓഡീഷൻ വരെ എത്തിയെങ്കിലും സെലക്ട് ആയില്ല. ടോപ്പ് സിംഗറിൽ പാടണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു. അതിനുള്ള പ്രാക്ടീസ് എനിക്ക് തന്നത് രശ്മി ടീച്ചറും ജിൻ സാറുമാണ്. എന്നെ ആദ്യമായി സംഗീതം പഠിപ്പിച്ചത് അമ്മയാണ്. കടവിങ്കൽ മഞ്ഞളരച്ചു വെച്ചു നീരാടുമ്പോൾ. ടോപ്പ് സിംഗറിന് സെലക്ഷൻ കിട്ടിയപ്പോൾ ഏറ്റവും സന്തോഷമായത് എൻ്റെ അച്ഛനായിരുന്നു. പക്ഷെ അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഒമാനിലും. ഹലോ അച്ഛാ. ശരിക്കും ഞങ്ങൾ ഒമാനിൽ സെറ്റിൽ ചെയ്യാനിരുന്നതാണ്. പക്ഷേ ഇത്തവണ ദൈവനിയോഗം എൻ്റെ മോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ൽ പാടുക എന്നതായിരുന്നു. ആദ്യമൊക്കെ എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടിയായിരുന്നു. ഫ്രണ്ട്സും ഫാമിലിയും തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. പാട്ടിനോടൊപ്പം എനിക്കിഷ്ടമുള്ള വേറൊരു കാര്യം കൂടെയുണ്ട്. കരാട്ടയിലായാലും പാട്ടിലായാലും എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്. ഞാൻ മൈഥിലി. ടോപ്പ് സിംഗർ സീസൺ 6ൽ ഇനി ഞാനും ഉണ്ടാവും.
ആഹാ കൊള്ളാലോ. നല്ല സ്ഥിരം രസം പ്രൊഫൈലാണല്ലേ അല്ലേ? നല്ല എല്ലാ രസമായിട്ടുണ്ട്. പ്രൊഫൈലും കാണാൻ എന്തൊരു ഭംഗിയായി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയാം, ഇതിൽ പറയുന്നില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഏത് കാര്യത്തിലാണെങ്കിലും, അത് കരാട്ടയിലാണെങ്കിലും സംഗീതത്തിലാണെങ്കിലും, ഐ വോണ്ട് ടു ഗിവ് ദ ബെസ്റ്റ് Yes. പെർഫോമൻസ്. നല്ലായിരുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുടെ പേര്, എന്താ ആളൊരു പച്ച മനുഷ്യനാ, എന്താ പച്ച മോൻ, ഗ്രീൻസൺ ഗ്രീൻ സൺ. പച്ച മകൻ. ഗ്രീൻ സൺ അടിപൊളി ഗ്രീൻസൺ ചേട്ടാ. നന്നായിട്ടുണ്ട്. അവസാനം ആ ഒരു ആന്റി ക്ലൈമാക്സ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കരാട്ടെ കരാട്ടെ, അതെ അതെ അതെ. അയ്യോ ഈ കുഞ്ഞു കരാട്ടെ എന്ന് വിചാരിക്കാൻ പറ്റൂ. കരാട്ടെ പർപ്പിൾ ബെൽറ്റ്. പർപ്പിൾ ബെൽറ്റ് കൊറേ പഠിക്കുന്നു. ഞാനിപ്പോ 2ാം ക്ലാസ് വെച്ചാ പഠിച്ചു തുടങ്ങി. ആണല്ലേ? ഇപ്പൊ എത്രല്ല ഇപ്പൊ പഠിക്കണേ? എത്രയില്ല? ഞാൻ 5ല്. 5ാം പിന്നെ ക്ലാസ്. ഭാവിയില് അതിന്റെ ബ്ലാക്ക് ബെൽറ്റും ഇവിടുത്തെ കിരീടവും റെഡ് വരെ അതെ. റെഡ് വരെ എത്തട്ടെ. ഇവിടുത്തെ ടോപ്പ് സിംഗറിന് കിരീടം ചൂടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ, ദൈവം താങ്ക് അനുഗ്രഹിക്കട്ടെ. യു സാർ. ഭാഗ്യമുണ്ടെങ്കിൽ. മൈഥിലി കുട്ടി എന്തോ ഏത് പാട്ടാ പാടുന്നേ? ഞാൻ മഴവില്ലിൻ മലർത്തേടി എന്ന് പറഞ്ഞ പാട്ടാണ്. ആ ഏത് റൗണ്ടാ? ജോൺസൺ മാസ്റ്റർ റൗണ്ട്. Yes. ജോൺസൺ മാസ്റ്റർ റൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ജോൺസണിന്റെ പാട്ടുകൾ പോലെ തന്നെ ജോൺസണിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും അതെ. ഇന്നും കൾട്ട് ക്ലാസിക്സ് ആയിട്ട് നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. അതിലൊന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൂവാനത്തുമ്പികളുടെ ഒരു തീമാണ്. ആഹാ. പത്മനാഭൻ സാറിന്റെ മകൻ പപ്പൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ, ഇതിന്റെ റീ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് പത്മനാഭൻ സാർ അവിടെ ഇല്ല. പൂർണ്ണമായിട്ടും ജോൺസേട്ടന്റെ സ്വാതന്ത്ര്യത്തിലാണ് അത് ചെയ്തത്. അത് ശരി. ജയകൃഷ്ണൻ, ലാലേട്ടൻ അഭിനയിക്കുന്ന ക്യാരക്ടർ, പിന്നെ രാധ പാർവതി ചേച്ചി ചെയ്യുന്ന, പിന്നെ സുമലത ചെയ്യുന്ന ക്ലാര, ഇവർ തമ്മിൽ ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി ആണല്ലോ. അതെ. അപ്പൊ അതില് രാധയ്ക്കും ജയകൃഷ്ണനും ഒരു തീമുണ്ട്, അതെ. ക്ലാരയ്ക്കും ജയകൃഷ്ണനും വേറെ വേറൊരു തീമുണ്ട്. അതെ അതെ അതെ. അത് നമുക്ക് ഈ സമയത്ത് നമുക്കൊന്ന് ഓർക്കാം. നമുക്ക് വെരി നൈസ്. Beautiful. ബ്യൂട്ടിഫുൾ. ഇതിലൊരു ഡയലോഗുണ്ട്, ഏതാ? ഓർമ്മിക്കാൻ നമുക്കിടയിൽ ഒന്നുമില്ല, പക്ഷേ മറക്കാതിരിക്കാൻ നമ്മുടെ ഇടയിൽ എന്തോ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിലാണ് ക്ലാര വരുന്നത്. ക്ലാരയുടെ തീമാണ്. ജോൺസേട്ടന്റെ 1000 പാട്ടുകളിൽ ഞാൻ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാട്ടാണ് ഇത്. എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. മഴവില്ലിൻ മലർ തേടി. എനിക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കും ഈ പാട്ട്. ആ. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായത്. ഡീറ്റെയിൽസ് എന്താണ്? മ്യൂസിക് ജോൺസൺ മാസ്റ്റർ, ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ, പാടിയത് ദാസാറും ചിത്രാമ്മയും, മൂവി കഥ ഇതുവരെ. കഥ ഇതുവരെ, പിന്നെ വർഷം 1985. അപ്പൊ ഓൾ ദി ബെസ്റ്റ് All the മൈഥിലി best. കുട്ടി. താങ്ക് യു. യെസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മഴവിൽ
മൈഥിലിക്കുട്ടി, എന്തോ നല്ല സെലക്ഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ട്. ചില ഭാഗങ്ങളൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു. പിന്നെ എനിക്ക് അനുപല്ലയിൽ ശ്വാസം ഇച്ചിരി പോയി. ശ്വാസം നമുക്ക് ഇല്ലാതെ പാടാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ചില തെറ്റുകളൊക്കെ വരും. ആര് പാടുമ്പോഴും വരും. അതെ. പക്ഷെ ഇത് തെറ്റാണെന്ന് നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിനിടയിൽ അമ്മയെ നോക്കുന്നു ഇങ്ങനെ പറയുന്നില്ലേ, അത് വേണ്ട. നമുക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്സ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പാടുന്നതിന്റെ ഒരു പാർട്ട് ഓഫ് ദ പ്ലാൻ ആയിട്ട് വന്നാൽ മതി. ആരും അറിയരുത്, ആരും അറിയരുത്. തെറ്റിപ്പോയതും കൂടെ നമ്മള് പോസിറ്റീവ് ആക്കി മാറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അതെ അതെ. അപ്പൊ അത് ഇവിടെ നിന്ന് പഠിക്കാം. ഓക്കെ. ചില സ്ഥലങ്ങളിൽ ഫിനിഷിങ് ആവശ്യമുണ്ട്. ഫിനിഷിങ്, പോളിഷ് ചെയ്യണം പാടുന്ന ചില സംഗതികൾ. കുറച്ച് പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ശ്രുതി പ്രശ്നം തോന്നിയിട്ടുണ്ട്. പിന്നെ സംഗതികളുടെ, അതായത് ഒരു രാഗഹംസമോ അനുരാഗവീഥിയിൽ അനുരാഗവീഥിയിൽ, അത് പല സ്ഥലങ്ങളിലും സ്ലിപ്പായി പോകുന്നുണ്ടായിരുന്നു. അത് ഏറ്റവും ശരിയായി വന്നത് അവസാനത്തെ ലാലാല പാടിയില്ലേ, ഏറ്റവും അവസാനത്തെ ലലലാലലാലലാ. അതിനും ഒരു സോഫ്റ്റ്നെസ് അവിടെ വേണം ആ സംഗതിക്ക്. പിന്നെ കിനാവിനാൽ അനുപല്ലവിയില് എഴുതും ഗീതം, പിന്നെ ഇരുമാനസം മുങ്ങുമ്പോൾ ഒരു മോഹം പൂക്കുമ്പോൾ, അതിൻ്റെയൊക്കെ ആ ലാൻഡിങ് നോട്ട്സ്, അതൊക്കെ എല്ലായിടത്തും ഒരു ഫിനിഷിങ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ചരണത്തിൽ അതേ പോർഷൻസ് ഉണ്ട്. ജീവനിൽ വളർത്തും ദാഹം കുറച്ചും കൂടി സസ്റ്റെയിൻ വേണമായിരുന്നു ഇവിടെ. പിന്നെ ഒരു മെയ്യായി മാറുമ്പോൾ ചരണത്തിന്റെ ലാസ്റ്റ് ലൈൻ, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെയൊക്കെ ഉണ്ടായി. എല്ലാ മുക്കും മൂലയും എവിടെ എന്തൊക്കെ സംഗതി ഉണ്ട്, അവിടെ എങ്ങനെ എന്ത് ഭാവത്തിലാണ് അവർ പാടിയിട്ടുള്ളത്, അവിടെ എത്രത്തോളം സസ്റ്റെയിൻ ഉണ്ട്, ഇതൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. ഇതൊന്നും കൂടാതെ മധുച്ചേട്ടന്റെ പിയോ 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 എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടിയും കൂടെ ഉണ്ട്. മധുച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വെച്ചോ. കരാട്ടെ പിടിക്കുന്ന ആളല്ലേ, ശ്വാസമൊക്കെ വേണ്ടേ? അപ്പൊ ഒന്ന് ശ്വാസം, ഡീപ് ബ്രത്ത് അകത്തേക്ക്. പിയോ 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 തുടങ്ങിക്കോ. പിയോ 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 പിയോ. അതെ. അപ്പൊ ഇങ്ങനെ ബ്രത്ത് എക്സസൈസസ്, അതായത് പിയോ പിയോ എന്ന് തന്നെ വേണമെന്നില്ല, കബഡി 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 ആയാലും കുഴപ്പമില്ല, രാമ 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 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അതെനിക്കൊന്നുമല്ല. ഇങ്ങനെ ചെയ്താലും മതി. എന്ത് രസാ അത് കേൾക്കാനല്ലേ. മക്കളെ, എന്തോ അനുപല്ലവി ഒന്ന് പാടി കേൾപ്പിക്കാമോ? മുന്തിരിക്കിണ്ണം നിറച്ചുവാനം ആ. നിന്നിടും നേരം മിഴികൾ കിനാവിനായി. അവിടെ ശരിക്കും ശ്രുതിയിൽ അങ്ങോട്ട് ചേരണം, ലയിക്കണം. ആ ഒറിജിനൽ റെക്കോർഡിംഗിൽ അങ്ങനെ ദാസാർ അങ്ങനെ ലയിച്ച് പാടിയിട്ടുണ്ട്. അതെ അതെ. ചെവിയിലുണ്ട്. ഒന്നുകൂടെ പാടിയേ. മിഴികൾ കിനാവിനാൽ ജീവൻ. ആ, ഏകദേശമാണ്. ഒരു നൂല് പിടിച്ച പോലെ വരണം കേട്ടോ. ഈ പാട്ടിന് വേറൊരു എനിക്കൊരു കഥയുള്ളതെന്ന് വെച്ചാൽ, ദുബായ് എനിക്ക് ഒരു സെക്കൻഡ് ഹോം പോലെയാണ്. അവിടെ എനിക്ക് കുറേ കൂട്ടുകാരുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് മനോജ് എന്ന് പറയും. അപ്പോൾ മനുവായിട്ട് ഇങ്ങനെ യാത്ര പോകും, ഇങ്ങനെ ഡെസേർട്ടിലേക്ക് യാത്ര പോകും, ദുബായിലെ വഴികളിലൂടെ രാത്രി ഇങ്ങനെ പോകും. അപ്പോഴൊക്കെ പഴയ പാട്ടുകളാണ് ഇടുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ് അത്. അങ്ങനെ പഴയ മലയാളം പാട്ടുകളും ആ ഡെസേർട്ടും ആ കോൺട്രഡിക്ഷനാണ്, പക്ഷെ ഭയങ്കര രസമുള്ളതാണ്, കോൺട്രാസ്റ്റ് ആണത്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഈ പാട്ടിന്റെ ഒരു മൈനസ് ട്രാക്ക് ഇടും. എന്നിട്ട് പറയും, കുട്ടൻചേട്ടാ, എന്നെ കുട്ടൻചേട്ടാന്ന് വിളിക്കുക, കുട്ടൻചേട്ടാ ഇതൊന്ന് കേൾക്കുവോ, എന്നിട്ട് പാടാൻ തുടങ്ങും. അത് ഒരു പ്രാവശ്യം പാടി അവസാനിപ്പിച്ചാൽ പിന്നെയും ഇത് തന്നെ ഇടും, പിന്നെയും പാടും. അങ്ങനെ ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കും.
എനിക്കിത് നിർബന്ധിതമായിട്ട് കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അപ്പൊ അങ്ങനെ ഈ പാട്ടിനോടുള്ള ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ മനുവിലൂടെയാണ് കൂടുതൽ ഈ പാട്ടിനോട് എനിക്ക് ഇഷ്ടം വരണത്. ഈ മനുവിന്റെ എപ്പോഴും ഉള്ള ഒരു തീം സോങ് പോലെയാണ്. എവിടെ പാടണമെങ്കിലും മനു പാടണമെങ്കിൽ ഇത് പാടും. അപ്പൊ മനുവിനെ ഓർക്കുന്ന ഒരു പാട്ടാണത്. അപ്പൊ അത് ഇവിടെ അവതരിപ്പിച്ചതുമായി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കത് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ടാണ്. അതാണ് കേട്ടോ. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ മൈഥിലിക്കുട്ടി പാടിയതിൽ എനിക്ക് അനുപല്ലവി ചരണം അതിലെ ഫസ്റ്റത്തെ ലൈന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് പിച്ച് പ്രശ്നങ്ങള്, അങ്ങനത്തെ കുഞ്ഞു 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 വിഷയങ്ങൾ. പക്ഷെ സെക്കൻഡ് റൗണ്ട് അല്ലേ ആയുള്ളൂ. നമ്മൾ ഇനിയും അടിച്ചു പൊളിക്കാൻ പോവാണ് അല്ലേ? തകർക്കും നമ്മള് അല്ലേ? മൈഥിലിക്കുട്ടി, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സിനിമയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള വേറൊരു പാട്ടുണ്ട്, ദാസേട്ടൻ ചിത്രചേച്ചി തന്നെ പാടിയിട്ടുള്ളത്. രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി തവ തനുവിൽ മധുരവുമായി ഇതളിടും പൂക്കൾ നൽകൂ നീ. രാഗിണി രാഗരൂപിണി പ്രിയവരദായിനി പ്രേമവാഹിനി. അപ്പൊ മാർക്കിലേക്ക് കടക്കാം. ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? ഒരു സിംഹമലയും കാട്ടിൽ. ഈ പാട്ട് ഏതായിരുന്നു? മഴവില്ലിൻ മലർത്തിടി. ആദ്യം എത്ര കിട്ടി? ആദ്യം 97.5. ഇപ്പൊ കിട്ടാൻ പോകുന്നത് 96 100-ൽ. നമുക്കിനി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മേളിൽ കയറി പോണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലോണം പാട്ട് പഠിക്കോട്ടോ. ബൈ. അപ്പൊ ജഡ്ജസ്, ഇന്ന് നമ്മൾ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടു, ഒത്തിരി നല്ല വർത്താനങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമയം തൽക്കാലത്തേക്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നാളെ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും പെർഫോമൻസും ഒക്കെ ആയിട്ട് കാണണം. അതുവരെ തൽക്കാലത്തേക്ക് മാത്രം നമ്മുടെ പ്രേക്ഷകർക്ക് ടാറ്റ ബൈ, സീ യു.